നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. ചെമ്മന്തട്ടയിൽ കനത്ത മഴയെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ റോഡിന്റെ വശത്ത് സ്ഥാപിച്ച പരസ്യ ബോർഡിലും സർവേ കല്ലിലും ഇടിച്ചു. കാർ യാത്രികരായ 3 പേരിൽ ഒരാൾക്ക് പരിക്കേറ്റു. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിൽ ചെമ്മന്തട്ട ബസ് സ്റ്റോപ്പിന് സമീപത്ത് വ്യാഴാഴ്ച പുലർച്ചെ 3:30യോടെയാണ് അപകടം സംഭവിച്ചത്. അക്കിക്കാവ് ഭാഗത്തുനിന്ന് കേച്ചേരി ഭാഗത്തേക്ക് പോയിരുന്ന ഹ്യുണ്ടായി കാറാണ് അപകടത്തിൽപ്പെട്ടത്. മഴയെ തുടർന്ന് റോഡിൽ നിന്നും തെന്നി നീങ്ങിയ കാർ പരസ്യ ബോർഡിൽ ഇടിച്ച ശേഷം സമീപത്തെ വീട്ടുമതിലിനോട് ചേർന്നുള്ള സർവേ കല്ലിലും ഇടിച്ചാണ് നിന്നത്. കടവല്ലൂർ സിറാജുൽ ഉലൂം സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷാകർത്താക്കൾക്കും DYFI കടവല്ലൂർ വെസ്റ്റ് മേഖലാ കമ്മിറ്റി പ്രവർത്തകർ മധുര വിതരണം നടത്തി. വ്യാഴാഴ്ച സ്കൂളിലെ ഓണാഘോഷം നടക്കുന്ന സന്ദർഭത്തിലാണ് മധുരം നൽകി ഓണാശംസകൾ നേർന്ന് വർഗീയത തുലയട്ടെ സന്ദേശം എഴുതിയ കാർഡുകളും നൽകിയത്. DYFI കടവല്ലൂർ വെസ്റ്റ് മേഖലാ സെക്രട്ടറി ഹസൻ, പ്രസിഡന്റ് നിഷിൽ, ട്രഷറർ ശ്രീരാഗ്, മേഖലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സൂരജ്, റിൻഷാദ്, സുർജിത്ത്, ആഷിഖ്, മേഖലാ യൂണിറ്റ് അംഗങ്ങൾ എന്നിവർ വിതരണത്തിന് നേതൃത്വം നൽകി. ഓണാഘോഷത്തിൽ മുസ്ലിം കുട്ടികൾ പങ്കെടുക്കരുതെന്ന വിവാദ പരാമർശം അധ്യാപകർ വാട്സാപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ച സംഭവത്തിൽ DYFI നേരത്തെ പരാതി നൽകുകയും പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. പ്രതീകാത്മകമായ ഞങ്ങളുടെ ഏറ്റവും വലിയ ആശയമാണ് മതേതര ആശയമൂല്യങ്ങളും നല്ലൊരു ജനാധിപത്യ ഇന്ത്യയെ കെട്ടിപ്പടുക്കുക എന്നുള്ള DYFIയുടെ ഏറ്റവും പ്രതീകാത്മകമായ ഒരു ആശയമാണ്. ആ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നത്തെ പുലേരിയിലെ കൊച്ചുകുട്ടികൾക്ക് നല്ലൊരു ആശയം ഞങ്ങൾ ഒരു DYFI പോലെ സംഘടിപ്പിച്ചുകൊണ്ട് മിഠായി വിതരണം ചെയ്തുകൊണ്ട് ഞങ്ങൾ നല്ലൊരു ആശയം എഴുതി കൊടുത്തുകൊണ്ട് ഈ ടാഗിലൂടെ അവർക്ക് ആശയം കൊടുത്തിരിക്കുകയാണ്. ആ ഒരു പരിപാടി, ഈ മാതൃകാപരമായ ക്യാമ്പയിൻ ഞങ്ങൾ ഈ DYFIക്കാർ വളരെ ആവേശപൂർവ്വം ഏറ്റെടുത്തിട്ടുണ്ട്. പൊതുജനങ്ങളും ഞങ്ങളുടെ വീഡിയോകളും ഞങ്ങളുടെ നടത്തിയ സമര ക്യാമ്പയിനുകളും വളരെ ആവേശത്തോടെ ഏറ്റെടുത്തിട്ടുണ്ട്. ഇനിയും നല്ല വിദ്യാഭ്യാസം ഈ സ്കൂളിനകത്ത് മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ആവർത്തിക്കാനുള്ളത്. കല്ലമ്പുറം സിറാജുൽ ഉലൂം സ്കൂളിൽ ഓണാഘോഷത്തിനെതിരായി 2 അധ്യാപികമാർ നടത്തിയ പരാമർശത്തിൽ പ്രതിഷേധിച്ച് AIYF കുന്നംകുളം മണ്ഡലം കമ്മിറ്റി സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ചും ലഘുലേഖ വിതരണവും നടത്തി. ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറേരി ഉദ്ഘാടനം ചെയ്തു. 2 അധ്യാപികമാരെയും സ്കൂളിൽ നിന്ന് പുറത്താക്കണമെന്നും ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും സ്കൂളിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി വിവാദ വാട്സാപ്പ് സന്ദേശം അയച്ചതിൽ മാനേജ്മെന്റിന് പങ്കുണ്ടെങ്കിൽ സ്കൂളിന്റെ അംഗീകാരം റദ്ദ് ചെയ്യുന്നതടക്കമുള്ള നടപടികളെടുക്കണമെന്നും പ്രസാദ് പാറേരി ആവശ്യപ്പെട്ടു. മണ്ഡലം പ്രസിഡന്റ് സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം ലിനി ഷാജി, CPI മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചൂണ്ടലത്ത്, കടവല്ലൂർ ലോക്കൽ സെക്രട്ടറി KM മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. മണ്ഡലം സെക്രട്ടറി AH ഹസൻകുട്ടി സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് വൈശാഖ് അന്തിക്കാട് നന്ദിയും പറഞ്ഞു. കരിക്കാട് ചോലയിൽ ഒരു കുടുംബത്തിലെ 2 പേർ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ മരിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ 5:30യോടെ പുത്തൻ വീട്ടിൽ 75 വയസ്സുള്ള കുഞ്ഞിക്കോയയും രാവിലെ 7:30യോടെ ഭാര്യ മാതാവ് ആശാരി വളപ്പിൽ പരേതനായ അബൂബക്കർ ഭാര്യ 95 വയസ്സുള്ള ആയിഷയുമാണ് മരിച്ചത്. ഒരേ വീട്ടിൽ താമസിച്ചു വന്നിരുന്ന ഇരുവരും ദീർഘനാളായി ചികിത്സയിലായിരുന്നു. ഇരുവരുടെയും ഖബറടക്കം വ്യാഴാഴ്ച രാത്രി 8-ന് കോട്ടോൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തും. ഖദീജയാണ് കുഞ്ഞിക്കോയയുടെ ഭാര്യ. മുഹമ്മദ് ബഷീർ, മുഹമ്മദ് തസ്ലീം, ഷാനില, ഷക്കീല എന്നിവർ മക്കളുമാണ്. ഖദീജ, മിസ്രിയ, കുഞ്ഞിക്കോയ, റഫീഖ് എന്നിവർ ആയിഷയുടെ മക്കളാണ്. യുവതിയുടെ പീഡന പരാതിയുടെ പശ്ചാത്തലത്തിൽ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ കൃഷ്ണകുമാറിന്റെ രാജി ആവശ്യപ്പെട്ടും വടകര MP ഷാഫി പറമ്പിലിനെ നടുറോഡിൽ തടഞ്ഞ് അസഭ്യം പറഞ്ഞ DYFIക്കെതിരെയും കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. പന്നിത്തടം സെന്ററിൽ നടത്തിയ പ്രതിഷേധ പ്രകടനം കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് PC ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി MH നൌഷാദ്, കർഷക കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ, യൂത്ത് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരു എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ കരീം വെള്ളർക്കാട് സ്വാഗതവും റഫീഖ് ഐനിക്കുന്നത്ത് നന്ദിയും പറഞ്ഞു. പ്രകടനത്തിൽ ഗാന്ധി ദർശൻ സമിതി കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് രാമകൃഷ്ണൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിമാർ, ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ അയ്യാൽ, മറ്റ് പ്രവർത്തകരും പങ്കെടുത്തു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തും തൃശൂർ ജില്ലാ പഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന വനിതാ ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ നിർവഹിച്ചു. കുണ്ടന്നൂർ തുരുത്ത് വനിതാ വ്യവസായ കേന്ദ്രത്തിലാണ് വനിതാ ഫിറ്റ്നസ് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ സുമന സുഗതൻ, ഷീജ സുരേഷ്,
അംഗങ്ങളായ ES സുരേഷ്, PM സജി, MP അജയൻ, സ്വപ്ന പ്രദീപ്, KB ബബിത, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KC ഫ്രാൻസിസ്, കുടുംബശ്രീ ചെയർപേഴ്സൺ നകുല പ്രമോദ് എന്നിവർ സംസാരിച്ചു. ഗവൺമെന്റ് ഹൈസ്കൂൾ ചാലിശ്ശേരിയിലെ SPC ത്രിദിന ഓണം ക്യാമ്പിന് തുടക്കമായി. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വികസന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്ത ക്യാമ്പിന് ചാലിശ്ശേരി പോലീസ് SHO CI മഹേന്ദ്ര സിംഹൻ പതാക ഉയർത്തി. PTA പ്രസിഡന്റ് രജീഷ് കുമാർ, പ്രധാനാധ്യാപിക P ചിത്ര, പട്ടാമ്പി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അദീപ്, SPC കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ അനൂജ് കൃഷ്ണ, സബിത പ്രഭാകരൻ എന്നിവർ പങ്കെടുത്തു. കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും കായികക്ഷമത, ആത്മപ്രതിരോധം എന്നിവ വളർത്തുന്നതിനും ഉതകുന്ന ക്ലാസുകൾ ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബുധനാഴ്ച ആരംഭിച്ച ക്യാമ്പിന് വെള്ളിയാഴ്ച സമാപനമാകും. നെല്ലുവായ് ശ്രീധനന്തുരി ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം നടന്ന ചടങ്ങിന് മേൽശാന്തി മേക്കാട് നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കീഴ്ശാന്തി പരമേശ്വരൻ സഹകാർമ്മികനായി, ദേവസ്വം ഓഫീസർ G ശ്രീരാജ് നേതൃത്വം നൽകി. ശേഷം പൂജിച്ച നെൽക്കതിർ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. ഗുരുവായൂരിൽ കണ്ണനു മുന്നിൽ ചോതിനാളിലെ പൂക്കളമൊരുക്കി അമ്പാടി കൂട്ടായ്മ. ഓടക്കുടൽ വിളിച്ചു നിൽക്കുന്ന ശ്രീകൃഷ്ണന്റെ രൂപമാണ് വിവിധ വർണ്ണപ്പൂക്കൾ കൊണ്ട് അമ്പാടി കൂട്ടായ്മ ഒരുക്കിയത്. കേരളത്തിലെ പ്രശസ്ത കുരുത്തോല കലാകാരൻ പുത്തൻചിറ സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ സനീഷ് പള്ളിയിൽ P പ്രസാദ്, K നിധിൻ, P വിനോദ് എന്നിവരാണ് പൂക്കളം തീർത്തത്. അമ്പാടി കൂട്ടായ്മ ഭാരവാഹികളായ KP ഉദയൻ, ഹരി കൊളാടി, ബാബു ഗുരുവായൂർ, പാലിയത്ത് ഉണ്ണി, കണ്ണൻ തുടങ്ങിയവർ സജ്ജീകരണങ്ങളൊരുക്കി. പൊന്നോണക്കാലത്തെ വരവേറ്റ നാട്. വിവിധയിടങ്ങളിൽ പുഷ്പ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ഓണം വിപണികൾക്കും മേളകൾക്കും തുടക്കമായി. വർണ്ണാഭമായ ഓണാഘോഷ പരിപാടികളും നടന്നു. വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളം പിസാറ്റ് കോളേജിൽ ഈ വർഷത്തെ ഓണാഘോഷത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള വിളംബരം ക്യാമ്പസിൽ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സഹകരണത്തോടെ നടന്നു. പ്രോഗ്രാം കൺവീനർമാരായ ഫർസാന, ഫെമീന എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് വിദ്യാർത്ഥിനികളുടെ നൃത്യങ്ങളും അരങ്ങേറി. ഓണസദ്യയും ഉണ്ടായിരുന്നു. 29-ാം തീയതി വെള്ളിയാഴ്ചയാണ് ഓണാഘോഷം. അന്നേ ദിവസം ഉച്ചവരെ ഓണക്കളിയും തുടർന്ന് കലാപരിപാടികളും ഉണ്ടാകും. കീഴാലൂർ GPM LP സ്കൂളിൽ ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റും സ്ഥലം വാർഡ് മെമ്പറുമായ ഷോബി നിർവഹിച്ചു. രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികളും ചേർന്ന് പൂക്കളമൊരുക്കി. തുടർന്ന് കുട്ടികളുടെ വിവിധ പരിപാടികൾ നടന്ന് ഓണത്തിന്റെ ഐതിഹ്യം നാടകമായി അവതരിപ്പിച്ചു. വിവിധ ഓണക്കളികളിൽ രക്ഷിതാക്കളും കുട്ടികളും പങ്കെടുത്തു. തുടർന്ന് മത്സരങ്ങളിൽ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു. PTA അംഗങ്ങൾ, SMC അംഗങ്ങൾ, വികസന സമിതി അംഗങ്ങൾ, വായനശാല പ്രവർത്തകർ, സ്കൂളിൽ ജോലി ചെയ്തു വിരമിച്ച അധ്യാപകരും, അധ്യാപകർ, രക്ഷിതാക്കൾ, വിവിധ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ എന്നിവർ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്തു. കേരളത്തെ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും തലങ്ങളിലേക്ക് തള്ളിവിടാതെ സൗഹൃദത്തിന്റെ പാതയിലേക്ക് നയിക്കണമെന്ന് ചെറുതുരുത്തി ഗുരുപ്രഭാശ്രമം സെക്രട്ടറി സ്വാമി അമയാനന്ദ അഭിപ്രായപ്പെട്ടു. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിലെ ആത്മീയ ക്ലബ്ബും സെന്റർ ഫോർ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷനും ചേർന്ന് നടത്തിയ സമന്വയ ഓണം മതസൗഹാർദ്ദ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സൗഹൃദ സംഗമം അൻസാരി ചാരിറ്റബിൾ ട്രസ്റ്റ് വാല്യൂ എഡ്യൂക്കേഷൻ ഡയറക്ടർ EM മുഹമ്മദ് അമീൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ J ഫരീദ അധ്യക്ഷത വഹിച്ചു. സെന്റ് തോമസ് ചർച്ച് വികാരി ഫാദർ സണ്ണി ചാക്കോ, മസ്ജിദ് റഹ്മ മഹല്ല് ഖത്തീബ് സലീം മമ്പാട് എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി. ഓണം സൗഹൃദ സന്ദേശം നൽകി. പീനിയ പ്രാർത്ഥന നടത്തി. വൈസ് പ്രിൻസിപ്പൽ TA ആരിഫ്, IQAC കോർഡിനേറ്റർ ജുബി ജോയ്, സുനിയ ഇബ്രാഹിംകുട്ടി എന്നിവർ പങ്കെടുത്തു. സെന്റർ ഫോർ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ അസിസ്റ്റന്റ് പ്രൊഫസർ TA ഹൈറുനിസ സ്വാഗതവും അസിസ്റ്റന്റ് പ്രൊഫസർ KA ധന്യ നന്ദിയും പറഞ്ഞു. കാട്ടകമ്പൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓണച്ചന്തയുടെ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ K ജയശങ്കർ നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് സോണി സക്കറിയ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് ജനാർദ്ദനൻ അതിയാരത്ത് സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ KA അസീസ്, TK പ്രഹ്ലാദൻ, ബിജു വാഴപ്പിള്ളി, TA വേലായുധൻ, CI മറിയാമ്മ, ഉമാദേവി കണ്ടംപുള്ളി, ലക്ഷ്മി പനോക്കിൽ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റം സെന്റ് മേരീസ് കോൺവെന്റ് LP സ്കൂളിൽ ഓണാഘോഷ പരിപാടികൾ നടന്നു. സമൃദ്ധിയുടെയും ഐക്യത്തിന്റെയും സൗഹൃദത്തിന്റെയും ഉത്സവമായ ഓണത്തിന്റെ പഴയകാല സ്മരണകൾ പുതുതലമുറയ്ക്ക് പകർന്നു നൽകിയാണ് പ്രധാനാധ്യാപിക സിസ്റ്റർ ഷാലി മരിയ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് വിനീത ഫിനോജ് അധ്യക്ഷയായി. ഓണത്തിന്റെ ഐതിഹ്യം വേദിയിൽ അവതരിപ്പിച്ചുകൊണ്ട് ഓണാഘോഷം ആരംഭിച്ചു. കുട്ടികളും അമ്മമാരും ചേർന്നൊരുക്കിയ തിരുവാതിര, വള്ളംകളി, ഓണപ്പാട്ട് എന്നിവയ്ക്കൊപ്പം മാവേലിയെ കാണാൻ പുതിയ കാലത്തിന്റെ വേറിട്ട ശൈലിയിൽ റാമ്പ് വാക്കുമായി എത്തിയ കുഞ്ഞു മലയാളി മംഗമാർ അണിനിരന്നു.
മാവേലി മനനും മങ്കമാരും ഓണക്കളികളും കുട്ടികൾക്ക് പുത്തൻ ഓണക്കാഴ്ചകൾ സമ്മാനിച്ചു. MPTA പ്രസിഡന്റ് നിമ്മി ഫിജോ, അധ്യാപകരായ AG ആൻഡോ, സിസ്റ്റർ ലിനി മരിയ, ജാൻസി, സിസ്റ്റർ സിജ, PTA വൈസ് പ്രസിഡന്റ് സുരേഷ് KS, ശശിധരൻ, ഷിനോജ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വാഴയിലത്തുമ്പിൽ വിഭവസമൃദ്ധമായ സദ്യയും ആസ്വദിച്ചുകൊണ്ടാണ് ഓണപരിപാടികൾ സമാപിച്ചത്. KCPHM LP സ്കൂൾ എടകരയിൽ ഓണാഘോഷം ഗംഭീരമായി ആഘോഷിച്ചു. പൂക്കള മത്സരം, ഓണസദ്യ, കുട്ടികൾക്കായി മത്സരങ്ങളും നടന്നു. 1ഉം 2ഉം സ്ഥാനം നേടിയ ടീമിനെ പ്രധാനാധ്യാപിക TL ഷിജി ട്രോഫി നൽകി അഭിനന്ദിച്ചു. ഓണാഘോഷത്തിന് PTA പ്രസിഡന്റ് ഷാനി, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, വാർഡ് മെമ്പർ വിശ്വനാഥൻ മാസ്റ്റർ, OSA പ്രതിനിധി സലീം എന്നിവർ സന്നിഹിതനായിരുന്നു. അധ്യാപകരായ അബ്ദുൽ ഗഫൂർ, ഗീത KV, താഹിറ KM, ഷഹന PK എന്നിവരും ഉണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക തിരിമറിക്കെതിരെ വോട്ട് ചോരി പ്രക്ഷോഭവും ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കാരത്തിലൂടെ കൂട്ടത്തോടെ വോട്ടർമാരെ പട്ടികയിൽ നിന്നും മാറ്റുന്നതിനെതിരെ വോട്ട് അധികാർ യാത്രയും നടത്തുന്ന രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കടവല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നൈറ്റ് മാർച്ച് നടത്തി. കടവല്ലൂർ കോൺഗ്രസ് ഭവനിൽ നിന്നാരംഭിച്ച പ്രകടനം പെരുമ്പിലാവ് സെന്ററിൽ സമാപിച്ചു. ഫൈസൽ കാഞ്ഞിരപ്പള്ളി ഉദ്ഘാടനം ചെയ്ത പ്രകടനത്തിന് മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ K കമറുദ്ദീൻ, നാസർ കല്ലായി, MM മനീഷ്, അബ്ദുറഹ്മാൻ പടിഞ്ഞാക്കര, കുഞ്ഞു മുഹമ്മദ്, PA റസാഖ്, കോൺഗ്രസ് ഭാരവാഹികൾ, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പ്രതിഷേധ സംഗമത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ PK ദേവദാസ്, നിഷ രേഖത്ത്, ഷാജി കാസ്മി, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് MM മഹേഷ്, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. പുന്നയൂർകുളം സാഹിത്യ സമിതി കവയത്രി ബാലാമണിയമ്മയുടെ പേരിൽ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം എഴുത്തുകാരൻ ആലങ്കോട് ലീലാകൃഷ്ണന് സമ്മാനിക്കും. സെപ്റ്റംബർ 1 തിങ്കളാഴ്ച കുന്നത്തൂർ MP പാലസിൽ വൈകിട്ട് 4-ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉപഹാര സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. KV മോഹൻകുമാർ IAS, NK അക്ബർ MLA തുടങ്ങി സാഹിത്യ, രാഷ്ട്രീയ, പൊതുമേഖലകളിലെ പ്രമുഖർ സംബന്ധിക്കും. ചടങ്ങിനോടനുബന്ധിച്ച് പുസ്തക പ്രദർശനവും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചാവക്കാട് കോഴിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലം നിറയാഘോഷിച്ചു. ക്ഷേത്രം ശ്രീകോവിലും പ്രവേശന കവാടങ്ങളിലും അരിമാവ് കൊണ്ട് അണിഞ്ഞ് ഒരുക്കങ്ങൾ ചെയ്തു. മേൽശാന്തി ശ്രീപതി എമ്പ്രാന്തിരി, രാജൻ എമ്പ്രാന്തിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ലക്ഷ്മി പൂജയ്ക്കു ശേഷം ഭക്തജനങ്ങൾക്ക് കതിർ വിതരണം ചെയ്തു. ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളും അംഗങ്ങളും നേതൃത്വം നൽകി. അറിയിപ്പ്: പാവറട്ടി ശുദ്ധജല വിതരണ പദ്ധതിയുടെ പ്രധാന വിതരണ പൈപ്പ് ലൈൻ കൂറ്റനാട് ഗുരുവായൂർ റോഡിൽ തകരാറിലായതിനാൽ കടവല്ലൂർ, കാട്ടകമ്പാൽ, പോർക്കുളം, വടക്കേകാട്, പുന്നയൂർ, പുന്നയൂർക്കുളം എന്നീ പഞ്ചായത്തുകളിൽ പൂർണ്ണമായും, കുന്നംകുളം മുനിസിപ്പാലിറ്റി പ്രദേശങ്ങളിൽ ഭാഗികമായും വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ശുദ്ധജല വിതരണം തടസ്സപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചു. കേരള ഹിസ്റ്റോറിക്കൽ റിസർച്ച് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഭരണഘടന സാക്ഷരത എന്ന തലക്കെട്ടിൽ നടന്നുവരുന്ന സെമിനാർ പരമ്പരയുടെ ഭാഗമായി ആധുനിക ഇന്ത്യൻ നിയമങ്ങളുടെ പരിണാമം, കേരള ചരിത്രത്തിൽ നിന്നുള്ള കാഴ്ചകൾ എന്ന വിഷയത്തിൽ ദേശീയ സെമിനാർ നടത്തുന്നു. തൃശൂർ കേരള സാഹിത്യ അക്കാദമി വൈലോപ്പള്ളി ഹാളിൽ വ്യാഴാഴ്ച വൈകിട്ട് 4:30 മുതലാണ് സെമിനാർ. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ്സ് കോളേജ് ഹിസ്റ്ററി വിഭാഗം മേധാവി ഡോക്ടർ ജോസ് കുര്യാക്കോസ്, ചരിത്രകാരൻ ഡോക്ടർ S രാജേന്ദു എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,405 രൂപ, പവന് 75,240 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 126 രൂപ. ചരമം: ചിറമനേങ്ങാട് കിഴക്കൂട്ട് വേലായുധൻ മകൻ രാജു എന്ന ശശീന്ദ്രൻ നിര്യാതനായി. 54 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2-ന് നടത്തും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.